വാർത്തകളിലേക്ക് സ്വാഗതം. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. വേങ്ങര വലിയാറ ചിനക്കൽ മുള്ളൻ ഉസ്മാന്റെ മകൻ നൗഫലാണ് മുംബൈയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചത്. കരുളായി ഉൾവനത്തിലെ നെടുങ്കയത്ത് കരിമ്പുഴയിൽ 2 വിദ്യാർത്ഥിനികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ 3 അധ്യാപകർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിവർക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാകുറ്റം ചുമത്തി നിലമ്പൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. MSMHS സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി കുറുങ്കാട് പുത്തൻ വളപ്പിൽ ആയിഷ റിത, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പുത്തനത്താണി കുന്നത്ത് പീഡിയേക്കൽ ഫാത്തിമ മഹസിന എന്നിവരാണ് മരിച്ചത്. താനൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം നടത്തി. 8 പവൻ സ്വർണവും 25,000 രൂപയും 3 ലക്ഷം വില വരുന്ന 3 വാച്ചുമാണ് മോഷ്ടാക്കൾ കവർന്നത്. താനൂർ SMUP സ്കൂളിന് സമീപം ഹംസബയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ കെട്ടിടമൊരുങ്ങിയിട്ടും വൈദ്യുതീകരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ വൈകുന്നത് കാരണം വാടക കെട്ടിടത്തിന്റെ പരിമിതികളിൽ വീർത്തുമുട്ടുകയാണ് താന്നാളൂർ KT ജാറം അങ്കണവാടിയിലെ കുരുന്നുകളും അധ്യാപകരും. സ്ഥലപരിമിതി കാരണം മുറ്റത്ത് സൂക്ഷിച്ചിരുന്ന അങ്കണവാടിയുടെ അലമാരയടക്കമുള്ള ഉപകരണങ്ങൾക്ക് വേനൽ മഴ വന്നതോടെ കേടുപാടുകൾ സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്. താൽക്കാലികമായി പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് മറച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഈ മാസം 21-ന് കരിപ്പൂരിൽ നിന്നും പുറപ്പെടും. ഹജ്ജ് ക്യാമ്പ് 20-ന് ആരംഭിക്കും. ക്യാമ്പിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ മലപ്പുറം കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. മെയ് 26-നാണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. കരിപ്പൂരിൽ നിന്ന് ജൂൺ 1-നാണ് ഹജ്ജ് വിമാന സർവീസ് ആരംഭിക്കുക. കോഴിക്കോട് പരപ്പനങ്ങാടി പാതയിൽ കൊടാപ്പാളിയിൽ യാത്രാ ദുരിതം. റോഡിലെ വെള്ളക്കെട്ടും റോഡിലേക്ക് ചാഞ്ഞ മരവുമാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. അതുകൊണ്ട് തന്നെ ചാഞ്ഞ കൊമ്പുകൾ വീണ് അപകടമുണ്ടാക്കാൻ സാധ്യത ഏറെയാണ്. അഴുക്കുചാൽ ഇല്ലാത്തതിനാൽ മഴ പെയ്താൽ റോഡിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. തിണ്ടലത്ത് കാർ ചെളിയിൽ പൂണ്ട് രോഗി മരിക്കാനിടയായ സംഭവത്തെ തുടർന്ന് റോഡിലെ ചെളി ദേശീയപാതാ നിർമ്മാണ കമ്പനിയിലെ തൊഴിലാളികളെത്തി നീക്കി. വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. നമ്പൂതിരിപ്പാടി സ്വദേശി സൈദലവി ആയിരുന്നു കാർ ചെളിയിൽ കുടുങ്ങി ചികിത്സ വൈകി മരിച്ചത്. വളാഞ്ചേരിയിൽ വേനൽ മഴ തുടങ്ങിയതോടെ റോഡുകളിൽ വെള്ളക്കെട്ടും യാത്രാ ദുരിതവും. വൈക്കത്തൂർ നീമ്പാറ റോഡിലും കുളമംഗലം ബാവപ്പടി മാവണ്ടിയൂർ റോഡിലുമാണ് വെള്ളക്കെട്ട് രൂപം കണ്ടത്. ജില്ലയിൽ വൈറൽ മഞ്ഞപ്പിത്തം വ്യാപകമായതോടെ പഞ്ചായത്തുകളുടെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടി ഊർജിതമാക്കി. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.